إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله إن أصدق الحديث كتاب الله وأحسن الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم إياي أولا بتقوى الله. റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോഴും നമുക്ക് ലഭിക്കുന്ന ആ റമളാൻ മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള റമളാനിനേക്കാൾ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മുൻഗാമികളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർ അവരുടെ ജീവിതത്തിൽ അവരുടെ റമളാനുകൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളായിരുന്നു. അതിനു പുറമെ ആ റമളാനിൽ ചെയ്ത അമലുകളും സ്വാലിഹായ കർമ്മങ്ങളെല്ലാം അത് തുടർത്തിക്കൊണ്ടുവരുന്നവരുമായിരുന്നു. നമ്മുടെ മുൻഗാമികളിൽ പ്രസിദ്ധനായ ഒരു സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഏകദേശം 3 വർഷക്കാലത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വസിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്വഹാബി വര്യനാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഏകദേശം 5374 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാമം ഓരോ പള്ളി മിമ്പറുകളിലും സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ കുറച്ച് കാലങ്ങൾ കൊണ്ട് അത്രയും ഹദീസുകൾ നമുക്ക് എത്തിച്ചു തന്ന ആ ഒരു സഹാബി
ആ ഒരു സ്വഹാബിയുടെ മരണസമയം കടന്നു വന്നപ്പോൾ അദ്ദേഹം വല്ലാതെ കരയുകയാണ്. അങ്ങനെ അദ്ദേഹത്തോട് മറ്റു സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂ ഹുറൈറ താങ്കൾ കരയുന്നത്? അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുകയാണ്, അസ്സഫറു തൊവീലുൻ, ഒരുപാട് യാത്രയുണ്ട് എനിക്ക്. ഖബറും കഴിഞ്ഞ് മഹ്ശറയും കഴിഞ്ഞ് റബ്ബിൻ്റെ മുന്നിലേക്ക് എത്തുന്ന ആ ഒരു യാത്ര, അതിന് എനിക്കൊരുപാട് യാത്രയുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. തീർന്നില്ല, അദ്ദേഹം തുടർന്ന് പറയുകയാണ്, വസ്സാദു ഖലീൽ, പക്ഷേ എൻ്റെ കൈകളിൽ പാദയം അമലുകൾ അത് കുറവാണ് എന്ന് അദ്ദേഹം തിരിച്ചു വീണ്ടും മറുപടി പറയുകയാണ്. അൽ മൗതു ഖരീബ്, മരണം അത് അടുത്തെത്തിയിരിക്കുകയാണ്, എൻ്റെ കൈകളിൽ അമലുകൾ കുറവാണ് എന്ന് അത്രയും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്വഹാബിയുടെ മരണസമയത്തുള്ള അവസാനത്തെ വാക്കൊന്ന് ആലോചിച്ചു നോക്കൂ. അത്രയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ച് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്വഹാബിയുടെ അവസാന നിമിഷത്തെ വാക്കൊന്ന് ആലോചിച്ചു നോക്കൂ. അത്രയും പ്രവർത്തനങ്ങൾ ചെയ്ത ആ സ്വഹാബിക്ക് പോലും ഭയമാണ്, എൻ്റെ കൈകളിൽ ഒന്നുമില്ല, നാളേക്കുള്ള യാത്രയിലേക്ക് എൻ്റെ കൈകളിൽ ഒന്നുമില്ല, ഇനി എനിക്കൊരുപാട് യാത്ര ചെയ്യാനുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന സമയത്ത് വിഷം പുരട്ടിയ കടാര കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിറകിൽ കുത്തുവാനായി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. പക്ഷേ മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രബോധന സംസാരം കേട്ടിട്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയാണ്. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് ഏകദേശം 30 വയസ്സിലായപ്പോഴാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. 35 വയസ്സായപ്പോൾ അദ്ദേഹം മരണപ്പെടുകയാണ്. ഏകദേശം 5 കൊല്ലമാണ് അദ്ദേഹത്തിന് ഇസ്ലാം അനുസരിച്ച് ഇസ്ലാമിൽ ജീവിക്കുവാൻ അദ്ദേഹത്തിന് തൗഫീക്ക് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം കടന്നു വന്നപ്പോൾ ഇഹ്തസ്സൽ അർശു ലിമൗതി സഅദ് ഇബ്നു മുആദ്, അള്ളാഹുവിൻ്റെ അർശ് പ്രകമ്പനം കൊണ്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഅദ് ഇബ്നു മുആദിൻ്റെ മരണ വാർത്ത കൊണ്ട് അള്ളാഹുവിൻ്റെ അർശ് പ്രകമ്പനം കൊണ്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻഗാമികളുടെ ജീവിതം ഒന്ന് പരിശോധിക്കണം. അവരവരുടെ ജീവിതത്തിൽ അവരുടെ അമലുകൾ ചെയ്തിട്ട് പോലും അവരുടെ മരണാസന്നമായ സമയത്ത് അവരുടെ അമലുകൾ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യസനിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ആ മുൻഗാമികളുടെ പിൻഗാമികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അമലുകളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ മരണം ഏത് നിമിഷമാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. നാളേക്ക് നമ്മൾ എന്താണ് മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ നമ്മുടെ സ്വന്തത്തോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു റമദാനും കൂടി കടന്നു വരികയാണ്. ഓരോ റമദാൻ കടന്നു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റമദാൻ കടന്നു വരുന്നതിന് തൊട്ടു മുൻപായി സ്വഹാബികളെ സന്തോഷ വാർത്ത അറിയിക്കുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുബശ്ശിറു അസ്ഹാബഹു, അദ്ദേഹത്തിൻ്റെ സ്വഹാബികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുമായിരുന്നു. ഖദ് ജാഅകും ഷഹ്റു റമളാന, റമളാൻ മാസം കടന്നു വരുമ്പോൾ, ഷഹ്റുൻ മുബാറകുൻ, വളരെ മഹത്വമുള്ള ആ ഒരു മാസം, ഫറളല്ലാഹു അലൈക്കും സിയാമഹു, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആ പരിശുദ്ധമായ റമളാൻ നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുമായിരുന്നു. ഒരിക്കൽ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രണ്ടാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വരികയാണ്. വന്നുകൊണ്ട് പരിപൂർണമായി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ 2 ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് അതിലൊരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി മരണപ്പെടുകയാണ്. ആ മരണപ്പെട്ട വ്യക്തി മരണപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത വർഷം
രണ്ടാമതായി ഇസ്ലാം സ്വീകരിച്ച ആ വ്യക്തി സാധാരണ ഒരു അവസ്ഥയിൽ മരണപ്പെടുകയാണ്. അങ്ങനെ ത്വൽഹത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ആ ഒരു ഹദീസിൽ ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് കട്ടിലിൽ കിടന്ന വ്യക്തിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സ്വഹാബാക്കൾ ചോദിച്ചു, സ്വഹാബാക്കൾ എന്താണ് റസൂലേ അദ്ദേഹം ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണം? അതിനു മുൻപ് ഷഹീദായ വ്യക്തിയില്ലേ, ആ വ്യക്തിയല്ലേ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ റസൂലുള്ള പറയുകയാണ്, അലൈസ ഖദ് മകസ ഹാദ ബഅദഹു സന, അയാൾക്ക് ഒരു വർഷം കൂടി ലഭിച്ചില്ലേ? വഅദ്റക റമളാന ഫസാമഹു, അദ്ദേഹം ഒരു റമളാനിനെ കണ്ടെത്തുകയും ആ റമളാനിൽ നോമ്പ് നോക്കുകയും ചെയ്തില്ലേ? അപ്പോൾ സ്വഹാബികൾ മറുപടി പറയുകയാണ്, അതേ റസൂലുള്ള, ബലാ റസൂലുള്ള, അല്ലാഹുവേ അദ്ദേഹം ഒരു റമളാനും കൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ള പറയുകയാണ്, ഒരു റമളാൻ അദ്ദേഹത്തിന് കിട്ടിയില്ലേ? ആ റമളാനിലെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ റമളാൻ നമുക്ക് ലഭിക്കുന്നത് നമുക്കുള്ള ഒരു തൗഫീഖാണ്. പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടുന്ന ഓരോ റമളാൻ അത് ഏറ്റവും നല്ല രൂപത്തിൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് എന്ന് ഒരു സ്വഹാബി ചോദിക്കുമ്പോൾ അതിന് റസൂലുള്ളാഹി മറുപടി പറയുകയാണ്, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഖാല ഫഅയ്യുൻ നാസി ശർറുൻ? ഖാല മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. ആരാണോ ആയുസ് നീട്ടിക്കിട്ടുകയും പ്രവർത്തനങ്ങൾ നന്നാക്കുകയും ചെയ്തത് അവരാണ് ശ്രേഷ്ഠർ ആയവർ. ആയുസ് നീട്ടിക്കിട്ടുകയും പ്രവർത്തനങ്ങൾ മോശമാവുകയും ചെയ്തവരാരാണോ അവരാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും അമലുകൾ കൊണ്ട് നമുക്ക് നിറയ്ക്കുവാൻ സാധിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, തൂബ ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ആരാണോ ഒരുവന് ആയുസ് നീട്ടിക്കിട്ടുകയും ആ ആയുസിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തതാരാണോ, തൂബ, അവർക്ക് മംഗളമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങൾ അത് നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് കടന്നു വരാനുള്ള ഈ പരിശുദ്ധ റമളാൻ, ആ റമളാനിൽ ഒട്ടനവധി അനുഗ്രഹീതമായ സംഭവങ്ങൾ നടന്ന ദിവസങ്ങളാണ് റമളാൻ മാസം എന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഖുർആൻ അവതീർണമായ മാസമാണ് എന്നുള്ളത്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഹിദായത്തിന് വേണ്ടി റമളാൻ മാസത്തിൽ ഇറക്കിയതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് ഖുർആനിലൂടെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ഒട്ടനവധി അനുഗ്രഹീതമായ സംഭവങ്ങൾ നടന്ന മാസമാണ് റമളാൻ മാസം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏടുകൾ അവതരിച്ചത് അത് റമളാൻ മാസത്തിൻ്റെ 1-ാമത്തെ രാത്രിയിലായിരുന്നു. തൗറാത്താകട്ടെ റമളാനിലെ 6 രാത്രികൾക്ക് ശേഷവും ഇഞ്ചീൽ അവതീർണമായത് റമളാനിലെ 13 രാവുകൾക്ക് പിന്നിട്ട ശേഷവുമാണ്. സബൂർ അവതരിപ്പിക്കപ്പെട്ടത് 18 രാവുകൾക്ക് ശേഷമാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമളാനിലെ 24 രാവുകൾക്ക് ശേഷമാണ്. അത്രയും ഒട്ടനവധി സംഭവങ്ങൾ, അനുഗ്രഹീതമായ സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു മാസമാണ് റമളാൻ മാസം. അതുപോലെ തന്നെ കുറേ ചരിത്രങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് റമളാൻ മാസം. ബദർ യുദ്ധ വിജയം അത് റമളാൻ മാസത്തിലാണ് ഉണ്ടായത്. ചരിത്രപ്രസിദ്ധമായ മക്ക വിജയം അത് റമളാൻ മാസത്തിലായിരുന്നു. ഉഹുദ് യുദ്ധത്തിന് സൈന്യത്തെ ഒരുക്കിയത് അത് റമളാൻ മാസത്തിലായിരുന്നു. ഖന്ദഖ് യുദ്ധത്തിന് സൈന്യത്തെ തയ്യാറാക്കിയത് അത് റമളാൻ മാസത്തിലായിരുന്നു. സഖീഫ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചത് അത് റമളാൻ മാസത്തിലായിരുന്നു. ഹുനൈൻ യുദ്ധത്തിന് വേണ്ടിയുള്ള നീക്കം ഇതെല്ലാം റമളാൻ മാസത്തിലായിരുന്നു നടന്നത്. ഒട്ടനവധി ചരിത്ര സംഭവങ്ങളും അനുഗ്രഹീതമായ അവതീരണങ്ങളുമെല്ലാം നടന്നത് അത് റമളാൻ മാസത്തിലാണ് എന്ന് നമുക്ക് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഈ റമളാനിലെ നോമ്പ്, ആ നോമ്പ് പല വിധത്തിലുണ്ട്. ഒന്ന് റമളാനിൻ്റെ വ്രതം, അതുപോലെ തന്നെ പ്രായച്ചിത്തമായിട്ടുള്ള വ്രതം, അതുപോലെ നേർച്ചയായിട്ടുള്ള നോമ്പ്. ഇത്തരത്തിലുള്ള നോമ്പ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൽ ഇസ്ലാമിൻ്റെ നെടുന്തൂണുകളിൽ 5 ഒന്നാണ് നോമ്പ് എന്നുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും, ബുനിയൽ ഇസ്ലാമു അലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഇഖാമിസ് സ്വലാത്ത് വഈതാഇസ് സകാത്ത് വഹജ്ജിൽ ബൈതി വസൗമി റമളാൻ. ഈ 5 നെടുന്തൂണുകൾ, ഇസ്ലാമിൻ്റെ 5 നെടുന്തൂണുകളിൽ അതിൽ മൂന്നാമതായി പഠിപ്പിച്ചിട്ടുള്ളത് അത് നോമ്പാണ്. ആ നോമ്പ്, ആ നെടുന്തൂണായിട്ടുള്ള നോമ്പാണ് ഒന്നാമതായിട്ടുള്ള നോമ്പ്. രണ്ടാമതായി ഈ നോമ്പ് നമ്മളിലേക്ക് എന്തിനാണ് റബ്ബ് നൽകിയിട്ടുള്ളത്? ഖുർആനിൻ്റെ ആയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ് നിങ്ങളിലേക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആ റമളാൻ മാസത്തിൽ നമ്മുടെ തഖ്വ അതൊന്ന് പുനർജീവിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ തഖ്വ, അത് ഈമാൻ, അത് കുറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അതിനെ പുനർജീവിച്ച് ആ ഈമാനിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഈ പരിശുദ്ധ റമളാനിലൂടെ ആകേണ്ടതുണ്ട്. ഹിജ്റ 2 നോമ്പ് നിർബന്ധമാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 9 റമളാനുകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളത്. റമളാനിൻ്റെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. റമളാൻ മാസത്തിൽ സ്വർഗ കവാടങ്ങൾ അത് തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അത് അടക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മാസമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ജാഅ റമളാൻ കടന്നു വന്നാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുന്നാർ വസുഫിദത് അശ്ശയാതീൻ, ശൈത്താൻ ഇബ്ലീസിനെ ചങ്ങലയിലിടുകയും നരകത്തെ കൊട്ടിയടക്കുകയും സ്വർഗം തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മാസമാണ് റമളാൻ മാസം. നോമ്പ് എന്നുള്ള ഒരു കർമ്മം, ആ കർമ്മത്തിനെ പോലെയുള്ള മറ്റൊരു കർമ്മം നമുക്ക് കാണുവാൻ സാധിക്കില്ല പ്രിയമുള്ളവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറയുകയാണ് അലൈക ബിസ്സിയാം ഫഇന്നഹു ലാ മിസ്ല ലഹു. നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള നോമ്പ്, ആ നോമ്പിനെ പോലെയുള്ള മറ്റൊരു കർമ്മം ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. عن سهل بن سعد الساعدي إن في الجنة بابا يقال له الريان يدعي يوم القيامة يقال أين الصائمون فمن كان من الصائمين دخله ومن دخله لم يظمأ أبدا. സഹൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം സ്വർഗത്തിൽ റയ്യാൻ എന്ന കവാടമുണ്ട്. ആ റയ്യാൻ എന്ന കവാടം, ആ കവാടം പറയപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അന്ത്യദിനത്തിൽ നോമ്പുകാർ അതുവഴിയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അവരല്ലാതെ മറ്റാരും ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുകയില്ല. ഇപ്രകാരം വിളിച്ചു ചോദിക്കും, നോമ്പുകാരെവിടെ? ഐന അസ്സായിമൂൻ, എവിടെയാണ് നോമ്പുകാർ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നോമ്പുകാർ എഴുന്നേറ്റ് നിൽക്കും. അവരല്ലാതെ മറ്റാരും ആ ഒരു റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുകയില്ല. അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ റയ്യാൻ എന്ന കവാടം അത് പറ്റേ അടച്ചു കളയും. പിന്നീട് ആരും തന്നെ അതിലൂടെ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്ക് പ്രവേശിക്കണ്ടേ? ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓരോ റമളാനിലുള്ള നോമ്പുകൾ അത് നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധ റമളാനിലൂടെ നോമ്പ് നോൽക്കുന്നതിലൂടെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങൾ അത് നമുക്ക് പൊറുക്കപ്പെടുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മൻ സ്വാമ റമളാന, ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പെടുക്കുകയാണ് എങ്കിൽ ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടിയും ഏറ്റവും നല്ല ഉദ്ദേശത്തോടുകൂടിയും ഒരുവൻ റമളാനിൽ നോമ്പെടുക്കുകയാണ് എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങൾ അത് പൊറുക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും ഒരു നോമ്പ് നോറ്റാൽ മാമിൻ അബ്ദി യസൂമു യൗമൻ ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് നോറ്റാൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, ആ ഒരു നോമ്പ് കാരണം അള്ളാഹു അയാളുടെ മുഖത്തെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് വിദൂരമാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റമളാനിലെ ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് 70,000 വർഷം വഴിദൂരം നമുക്ക് നരകത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഓരോ അമല്
അത് ചെയ്യുന്നതിലൂടെ 1 മുതൽ 700 ഇരട്ടി, 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമുണ്ട്. എന്നാൽ ഒരു തിന്മ ചെയ്താലോ അത് ഒരു തിന്മയായി മാത്രമാണ് നിലകൊള്ളുക. എത്ര പരിശുദ്ധമാണ്! ഒരു നന്മ ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി പ്രതിഫലം ലഭിക്കുമ്പോൾ ഒരു തിന്മ നമ്മൾ ചെയ്യുമ്പോൾ ഒരു തിന്മയായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ എളുപ്പമാണ്. 5 വഖത്ത് നമസ്കാരമുണ്ട്. ആ നമസ്കാരത്തിലെ ദിക്ർ മാത്രമെന്ന് നിങ്ങൾ എടുത്തു നോക്കുക. സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ആ ഒരു പ്രാർത്ഥന മാത്രം 5 വഖത്തിൻ്റെ മാത്രം ചൊല്ലുമ്പോൾ ഒരു ദിവസം നമുക്ക് 1500-ലേറെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മളൊരു തിന്മ ചെയ്താലോ ഒരു തിന്മയായിട്ടാണ് നമുക്ക് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങൾക്കുള്ള വലിയൊരു തൗഫീഖാണ്. ഒരു ദിവസത്തിൽ എത്രയോ അധികം നമുക്ക് നന്മകൾ കരസ്ഥമാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ നന്മകളിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ നന്മകളിൽ മുന്നേറി യഥാർത്ഥ തഖ്വയോടുകൂടി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന അമ്മാ ബഅദ്. ഫായിസീന ബിരിദല്ലാഹ്. റമദാനിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും ആ റമദാൻ മാസത്തിൽ നടന്നു പോയിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മളിലേക്ക് കടന്നു വരാനുള്ള ആ പരിശുദ്ധ റമദാനിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. അതിനു മുമ്പ് ആ റമദാൻ മാസത്തിൽ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്ന നോമ്പ്, വ്രതം അതെന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. റമദാൻ എന്ന പദത്തിന് കരിച്ചു കളയുക എന്നൊരർത്ഥമുണ്ട്. അതിനെ ഭാഷാപരമായി ഇംസാഖ് വൽ ഇംതിനാഖ് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. സൗം എന്നാൽ, നോമ്പ് എന്നാൽ അത് പിടിച്ചു വെക്കുക എന്നൊരർത്ഥമാണ് അതിനുദ്ദേശിക്കുന്നത്. ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിലും സൗമ് എന്ന പ്രയോഗിച്ച സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മതപരമായി നോമ്പ് എന്ന് പറഞ്ഞാൽ, സൗമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുകയാണ്: തുറക്കു ത്വആമി വശറാബി വൽ ജിമാഇ മിൻ തുലൂഇൽ ഫജ്രി അസ്സാദിഖി ഹത്താ ഗുരൂബി അശ്ശംസി ഇബ്തിഗാഅ മറദാത്തില്ലാഹ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് ഭക്ഷണവും പാനീയവും ഭാര്യ-ഭർത്തൃ ബന്ധവും ഉപേക്ഷിക്കലാണ് ഒരു നോമ്പ് കൊണ്ട് മതപരമായി ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്ന ആ വ്രതം, എന്തിനാണ് നമ്മൾ ഓരോരുത്തരും നോമ്പ് നിർവഹിക്കുന്നത്? അവനം തൊട്ട് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ നോമ്പിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അത് വളരെ വലുതാണ്. നമ്മുടെ കുറഞ്ഞു പോയിട്ടുള്ള ഈമാൻ അത് നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം എന്നുള്ളത്. നമുക്ക് ഹറാമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു അവസരമാണ് റമദാൻ മാസം എന്നുള്ളത്. തെറ്റുകളിലേക്ക് മനസ്സ് ചായാതെ നേർവഴിയിൽ നിൽക്കാൻ പര്യാപ്തമായ ഒരു മാസമാണ് റമദാൻ മാസം. പാപമോചനം, തൗബ അത് ചെയ്യാനുള്ള വലിയൊരു അവസരമാണ് റമദാൻ മാസം എന്നുള്ളത്. പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് മുക്തമാകാൻ കഴിയും. ഇബ്ലീസിനെ ചങ്ങലക്കിടുന്ന, നരകത്തെ കൊട്ടിയടക്കുന്ന സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഈ മാസത്തിൽ ആ ഒരു തൗഫീക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിശപ്പും ദാഹവും നമ്മൾ സഹിക്കുന്നതിലൂടെ അനുഭവിക്കുന്ന വഴി ദാരിദ്ര്യത്തിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതിലുപരി ഏറ്റവും അതിലേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ക്ഷമാശീലനാവാൻ ആകുക എന്നുള്ളത്. റമദാനിലൂടെ ഒരുവൻ ഭക്ഷണവും പാനീയവും ഭാര്യ-ഭർത്തൃ ബന്ധമെല്ലാം ഉപേക്ഷിക്കുമ്പോൾ വലിയൊരു